നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ട്. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. നവകേരള യാത്രയിൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച്. മാളയിലും കൊടുങ്ങല്ലൂരിലും പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. രണ്ടു വർഷം നീണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചർച്ചയിലൂടെ സമവായത്തിലേക്ക്. വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് ധാരണ. വയനാട്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ നടത്തും. കടുവയുടെ മുഖത്തെ മുറിവിന് 8 സെന്റിമീറ്റർ ആഴമുണ്ടെന്ന് കണ്ടെത്തി. വാർത്തകൾ വിശദമായി. നവകേരള യാത്രയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ സമരത്തിൽ DYFI, SFI, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ എന്നിവർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ മാളയിൽ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. KPCCയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിൽ 526 പോലീസ് സ്റ്റേഷനുകളിലേക്ക് 6 ലക്ഷം കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായാണ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള അന്നമനട, മാള, കൂടൂർ, പൊയ്യ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ മാള പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാള പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാള ടൗൺ ചുറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടത്തുകയുണ്ടായി. തികച്ചും ജനാധിപത്യപരമായി സമാധാനപരമായി നടത്തിയ ആ പ്രതിഷേധ ജാഥകളെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പോലീസും ഗുണ്ടകളും കൂടി നേരിട്ട രീതി ഞാനിവിടെ വിശദീകരിക്കേണ്ടതായിട്ടില്ല. ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണോ, അതല്ല കേരളത്തിലെ മുഖ്യ ഗുണ്ടത്തലവനാണോ എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. എന്താ ഈ മുഖ്യമന്ത്രിക്ക് ഒരു പ്രതിഷേധ ജാഥ കാണാനുള്ള സഹിഷ്ണുത കാണിക്കാത്തത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ? മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കൊടുങ്ങല്ലൂരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആവേശത്തിമിർപ്പിൽ ബാരിക്കേഡ് തള്ളി നീക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് നടന്ന മാർച്ച് DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BM മൊയ്തു, PS മുജീബ് റഹ്മാൻ, PA മനാഫ്, PK മുഹമ്മദ്, TM കുഞ്ഞുമൊയ്തീൻ, VM ജോണി, MP സോണി, അയൂബ് കരുപ്പടന്ന, ES മുഹമ്മദ് സഗീർ, KM സാദത്ത്, ജോസഫ് ദേറസി, നിഷാബ് കുര്യാപ്പള്ളി, KP സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. 2 വർഷം നീണ്ട കുർബാന തർക്കം സമവായത്തിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമാണ് ചർച്ചയിലൂടെ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് പ്രശ്നപരിഹാരത്തിന് ധാരണയായത്. ചർച്ചയിൽ അടച്ചിട്ട സെന്റ് മേരീസ് ബസലിക്ക തുറക്കാൻ തീരുമാനമായി. ഡിസംബർ 24-നാണ് പള്ളി തുറക്കുക. തിരുപ്പിറവി ചടങ്ങിൽ മാത്രം സിനഡ് കുർബാന അർപ്പിക്കാനും തീരുമാനമായി. ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് ഏകീകൃത കുർബാന ചൊല്ലുക. ചർച്ചയിലെ തീരുമാനം സംബന്ധിച്ച് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായേക്കും. വയനാട്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ നടത്തും. കടുവയുടെ മുഖത്തെ മുറിവിന് 8 സെന്റിമീറ്റർ ആഴമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയും ഉണ്ടെന്നാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്നുള്ള വിവരം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇന്നലെയാണ് വയനാട്ടിൽ പിടിയിലായ കടുവയെ എത്തിച്ചത്. വയനാട്ടിൽ നിന്ന് പിടിയിലായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ നരഭോജി കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതെന്ന് പരിശോധനയിൽ വ്യക്തമായി. മുറിവിന് 8 സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നാണ് വിലയിരുത്തൽ. വനത്തിനുള്ളിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാവാം മുറിവെന്നുമാണ് നിഗമനം. കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ചികിത്സയ്ക്ക് വേണ്ടി കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകി. നാളെ ഉച്ചയ്ക്ക് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക. പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയുമുണ്ടെന്നാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്ന് അറിയിച്ചത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇന്നലെയാണ് വയനാട്ടിൽ പിടിയിലായ കടുവയെ എത്തിച്ചത്. 13 വയസ്സ് പ്രായമുള്ള കടുവയെ 40 മുതൽ 60 ദിവസം വരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ക്വാറന്റൈനിൽ നിർത്തും. നിലവിൽ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള കടുവയ്ക്ക് ദിവസം 6 കിലോ ബീഫ് അടക്കം ഭക്ഷണം നൽകും. നെയ്യാറിൽ നിന്നെത്തിച്ച വൈഗ, ദുർഗ എന്നീ പേരുകളുള്ള മറ്റ് 2 കടുവകളും പുത്തൂരിലെ നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട്. ഒരേക്കറോളം പരന്നു കിടക്കുന്ന തുറസായ സ്ഥലമാണ് കടുവകൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മീഡിയ ടൈം, തൃശൂർ. ഡയറി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. 12 വർഷം പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സെക്രട്ടറിയായി ജോലി നോക്കിയ KS സന്ധ്യയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള സംഘം ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. പൂപ്പത്തി വായനശാല പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് CK പ്രശോഭനൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു അവസരമുണ്ടോ? ഇല്ല. ഏകപക്ഷീയമായി നോട്ടീസ് കൊടുക്കുക, അതിനെതിരെ ഏകപക്ഷീയമായി നടപടിയെടുക്കുക, അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സംഘം പ്രസിഡന്റ് പോകുന്നു. ഇത് വ്യക്തിപരമായ വിദ്വേഷമാണ്. ഈ വ്യക്തിപരമായ വിദ്വേഷത്തിന് ഈ സഹകരണ സംഘത്തിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതിനാണ് ഈ ഞങ്ങളുടെ യൂണിയൻ ഇവിടെ ഇന്ന് ഇത്രയും ക്ലേശഭരിതമായ സാഹചര്യത്തിൽ ഒത്തുകൂടിയിട്ടുള്ളത്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് MR സോമൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ജോയ് കുറ്റിപ്പുഴ, സംസ്ഥാന സെക്രട്ടറി P മുരളി, ED സാബു, ഡേവിസ് കണ്ണൂക്കാടൻ, K ബാലകൃഷ്ണൻ, KV പരമേശ്വരൻ, CG രാമദാസ്, S ശശിധരൻ എന്നിവർ പങ്കെടുത്തു. മാള മേറ്റ്സ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിദ്യാർത്ഥികളും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ വേദിയിൽ നേരുകയാണ്. ഒരു ഗവൺമെന്റിന്റെ ഒരു പരിചയമാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇതിനോടൊക്കെ പഠിക്കാൻ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. സമൂഹത്തെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. നാം എന്ത് ചെയ്യണം നാളെ ഈ സമൂഹത്തിൽ എന്നുള്ളതിനെ കുറിച്ചുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളെപ്പോലെ തന്നെ യൂണിയൻ ലളിതനം അനുസരിച്ച് ഒരു മാഗസിൻ എഡിറ്ററായിട്ടുള്ള കുട്ടിയോടിയിരിക്കുന്നു. ഞാനും ലോ കോളേജിലെ മാഗസിൻ എഡിറ്ററായിട്ട് ജയിച്ച ഒരു കൂടിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് കാണാം. മെറ്റ്സ് ഗ്രൂപ്പ് CEO ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷനായി. ചടങ്ങിൽ സ്റ്റുഡൻസ് യൂണിയൻ അഡ്വൈസർ പ്രൊഫസർ KN രമേശ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി, സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ ആമിന തസ്ജിദ, മീവൽ P സജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളോടെ ഫ്രഷേഴ്സ് ഡേ ആചരിച്ചു. വള്ളിവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ വിവിധ സംഘങ്ങളുടെ തേരാഘോഷം, കാവടി ആഘോഷം എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. നവകേരള യാത്രയിൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച്. മാളയിലും കൊടുങ്ങല്ലൂരിലും പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. രണ്ടു വർഷം നീണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചർച്ചയിലൂടെ സമവായത്തിലേക്ക്. വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് ധാരണ. വയനാട്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ നടത്തും. കടുവയുടെ മുഖത്തെ മുറിവിന് 8 സെന്റിമീറ്റർ ആഴമുണ്ടെന്ന് കണ്ടെത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.